Question number 8, cot inverse of root 3. So y is equal to cot inverse of root 3. Cot y equal to root 3. ഇനി പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് കോട്ട് ഇൻവേഴ്സ് എന്താണെന്ന് എഴുതണം. അപ്പോൾ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് കോട്ട് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഓപ്പൺ ഇൻ്റർവൽ 0π ആയിരുന്നു. ഈ കോട്ട് എന്ന് പറയുന്നത് റൂട്ട് 3 വരുന്നത് ഏത് ആംഗിളിലാണെന്ന് നോക്കണം. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് കോട്ടിനെ മാറ്റിയിട്ട് കോട്ട് y ഈസ് ഈക്വൽ ടു റൂട്ട് 3നെ മാറ്റിയിട്ട് വേണമെങ്കിൽ 1/tan y ഈക്വൽ ടു റൂട്ട് 3 ആണ്. അതായത് tan y എന്ന് പറയുന്നത് 1/√3 എന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ നമുക്ക് കോട്ട് y ഈസ് ഈക്വൽ ടു റൂട്ട് 3 കണ്ടുപിടിക്കുന്നതിന് പകരം tan y ഈക്വൽ ടു 1/√3 അത് നോക്കിയാൽ മതി. അതായത് tan എന്ന് പറയുന്നത് 1/√3 വരുന്നത് ഏത് ആംഗിളാണ് നോക്കിയാൽ മതി. ഇത് എപ്പോഴും റഫായിട്ട് സൈഡിലെങ്ങാനും ചെയ്തിട്ടാൽ മതി. നമ്മൾ ലാസ്റ്റ് എഴുതുമ്പോൾ ആംഗിൾ മാത്രമാണ് ഇപ്പുറത്തേക്ക് എടുത്ത് എഴുതേണ്ടത്. അപ്പോൾ tan 1/√3 വരുന്നത് ഏത് ആംഗിളാണ് നോക്കുക, π/6ലായിരിക്കും tan എന്ന് പറയുന്നത് 1/√3 വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വൈയുടെ വാല്യൂ π/6 ആണെന്ന് പറഞ്ഞു കേട്ടോ. tan π/6 ഇസ് ഈക്വൽ ടു 1/√3 എന്ന് പറഞ്ഞു കിട്ടി. അതായത് കോട്ട് y ഈക്വൽ ടു റൂട്ട് 3 ആവണത് കോട്ട് y ഈക്വൽ ടു റൂട്ട് 3 ഇംപ്ലൈസ് y എന്ന് പറയുന്നത് π/6. അപ്പോൾ കോട്ട് π/6 ആണ് റൂട്ട് 3. ഈ π/6 എന്ന് പറയുന്നത് 0πയിൽ ഉള്ള കാരണം കൊണ്ട് നമ്മുടെ π/6 ആയിരിക്കും പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ therefore പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോട്ട് ഇൻവേഴ്സ് റൂട്ട് 3 എന്ന് പറയുന്നത് ഈസ് π/6. താങ്ക് യു.